എടോ അബൂംസേ, ഓ ഒന്നും അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. ഈ ശരത്തും CI ബിനോലക്സും തമ്മിൽ കോമൺ ആയിട്ടൊരു ഫോൺ കോള് പോലും ഇല്ല. അങ്ങനെയല്ല സാർ, എനിക്കറിയാം. ഈ ശരത്തിനും മരിച്ച CIക്കും ഇടയിൽ ഒരാളുണ്ട്. ആരെ? അന്ന് രാത്രി ഞങ്ങളൊരു സെർച്ച് ഓപ്പറേഷന് വേണ്ടി എല്ലാവരും പുറത്തു പോയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഈ സുജി അവിടെ കണ്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഈ പറഞ്ഞ പയ്യനെ പോലെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടുണ്ട് സുജിയുടെ കൂടെ. എന്തോന്റെ പേര്? ഡ്രാക്കുള. ഈ സൂക്ഷിച്ചും കണ്ട് നിന്നോണം. ചോര കുടിക്കുന്ന എന്നവാ. നല്ലൊരു സ്ട്രോങ് ചായ തരും, മീഡിയം മധുരം. ചെല്. എന്തുട്ടാ സുജയ നീ കാട്ടിക്കൂട്ടണ? നീ എന്റെ മൂട്ടിൽ നിന്ന് നിൽക്കാണ്ട് അങ്ങനെ ചെന്നു. ഞാൻ പോകത്തില്ല. മനസ്താപ പ്രകരണം. മേലിൽ പാവം ചെയ്യില്ലെന്ന് ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാവം ചെയ്തതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കും. നടന്നു തന്നെ. അതെ, നിന്റെ ഞാൻ ആശ പേടികാരനെ സംശയമില്ലാത്തവരും കൂടി സംശയിക്കൂട്ടാ. ഒരു സമ്മാനം കിട്ടിയിട്ട് തുറന്നു പോലും നോക്കിയിട്ടില്ല. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴേ തുറന്നു നോക്കിയാണ്. ഇഷ്ടപ്പെട്ടില്ലേ? ചായ. നിങ്ങളിൽ ആരാ ലാലേട്ടൻ ഫാൻ? ഞാൻ ലാലേട്ടൻ ഫാൻ, ഇവള് മമ്മൂക്കാൻ്റെ ആളാ. ഞാൻ രണ്ടുപേരും ഫാനാ. ഇത് പുതിയതാണോ? അല്ല, പഴയതാ. പഴയതാ, കണ്ടറിയാം. നീ പറയാവുന്നത്ര നോണയൊക്കെ പറയും. സത്യം ഞാൻ പുറത്തു കൊണ്ടിരുന്നു. ഹലോ ഹലോ പപ്പ. എന്തായി? വീട് കാണിച്ചു തരാം. ഇതാണ് അടുക്കള. അടുക്കള നല്ല സൗകര്യം ഉണ്ടല്ലോ, എനിക്കിഷ്ടായി. ഇതാണ് ഹോള്. ഇവിടെ സോഫയും സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്നും കൊല്ലത്തുനിന്ന് കൂട്ടണ്ട. ഇതാണ് ബെഡ്റൂം. കാണിച്ചേ. പപ്പ, അവിടെ എന്താ നിലത്ത് പടം വരച്ചിട്ടിരിക്കുന്നേ? അല്ലാ, ആ CA മരിച്ച വീട്ടിലേക്ക് നമ്മള് താമസം മാറുന്നേ. ഇവിടെ ആ ഒരു പൊട്ടസേ ഉള്ളൂ. കേസ് കഴിഞ്ഞാൽ നമുക്ക് അലോട്ട് ചെയ്യും. നിങ്ങൾ ഒറ്റക്ക് അങ്ങ് പുറത്ത് മതിയാവട്ടെ. ഞാനും എന്റെ മോനും ഇവിടെ തന്നെ നിന്നോളാം. പോലീസുകാരന്റെ പ്രേതല്ലേ, നിങ്ങൾക്ക് പറ്റിയ കമ്പനി ഇരിക്കും.
ശരയോ? ശരയല്ല, ശരത്ത്. ആ നാടകം കഴിഞ്ഞു. ഇനി പുതിയത് വല്ലതും ഉണ്ടോ സുജായസേ? എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഈ യൂണിഫോം അടിച്ച് ഇൻട്രോഗേഷൻ റൂമിലോട്ട് പോവാം. കാരണം കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട്. CI ബിനു അലക്സിന്റെ ഫോണത്. ആദ്യത്തെ ദിവസം എൻ്റെ കയ്യിൽ വന്ന തെളിവത്. കൊല്ലാനും മാത്രമുള്ള കളിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സാറേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് നീയല്ലേ? ഇത് നീയല്ലേ എന്ന്? കൊന്നത് ഇവനാണെന്നാണോ നീ പറയാൻ പോണേ? സംഭവ ദിവസം രാത്രി ഇവന്റെ മിനി കൂപ്പർ പോയി കഴിഞ്ഞ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബിനു അലക്സിന് വെടിയേറ്റത്. മുന്നം തട്ടാതെ വെടിവെച്ചതായിരുന്നല്ലേ? പോലീസ് അക്കാഡമിയിൽ പഠിക്കുമ്പോൾ റൈഫിൾ ടെസ്റ്റിൽ സ്പെഷ്യൽ മെഡൽ വാങ്ങിയ സുജായസ്.